ഹായ് അസ്സലാമു അലൈക്കും. ഇത് നമുക്കൊരു ഇറച്ചിയും പിടിയും ഉണ്ടാക്കി നോക്കാം. ഞാൻ ഈന്തിൻ്റെ പൊടി കൊണ്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. ഈന്തും പിടി എന്ന് പറയും. പല നാട്ടിലേക്കും പല പേരായിരിക്കും ഇതിന് പറയുക. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന പോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇനി 2 ഗ്ലാസ് ഈന്തിൻ്റെ പൊടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് കുഴച്ചെടുക്കാൻ പാകത്തിലായാൽ മതി, ഒരുപാട് നേരം കിടന്ന് വേവൊന്നും വേണ്ട. എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കുക. കൈകൊണ്ട് ഉരുട്ടാൻ പാകത്തിൽ ആയി കിട്ടിയാൽ മതി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി അത് നീളത്തിൽ ഉരുട്ടി വെക്കുക. കയ്യിലൽപ്പം വെള്ളം പെട്ടിട്ട് ഇതുപോലെ നീളത്തിൽ എല്ലാവരും ഒന്ന് ഉരുട്ടി വെക്കുക. എന്നിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് കയ്യിനുള്ള നടുവിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക 2 വിരൽ കൊണ്ട്. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. സാധാരണ ഉരുട്ടിയാലും മതി. ഇനി മറ്റൊരു അല്പം വെള്ളം വെച്ചിട്ട് നമുക്ക് ആവി കയറ്റുന്ന പാത്രത്തിൽ ഇത് പിടി ഇട്ട് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി വേവിക്കുക. ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കി നോക്കാം. അതിലേക്ക് 1 കിലോ ചിക്കനിലേക്ക് 3 വലിയ സവാള ചേർക്കാം. ഇനി ഒരു വലിയ തക്കാളിയും 4 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ വീതം. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ ഇട്ട് വേവിക്കാം. ഇനി നമുക്ക് തേങ്ങ വറുക്കാം. അതിലേക്ക് ഒരു വലിയ അരമുറി തേങ്ങ, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, കുറച്ച് കറിവേപ്പില, ഒരു 4-5 ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മൂത്ത ശേഷം തീ ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ മൂപ്പിക്കുക. ഇനി നമുക്കതൊന്ന് അരച്ച് വെക്കാം. ഇനി മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതിലേക്ക് 4-5 ചെറിയ ഉള്ളി അരിഞ്ഞതിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വറുത്തരച്ച തേങ്ങയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു തിള വരുവോളം മൂടി വെക്കുക. ആവി കയറ്റിയ ഈന്തിൻ്റെ പിടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് മൂടി വെക്കുക. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈന്തും പിടി തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഇനി ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്.